ഹായ് മക്കളെ, നിങ്ങൾ പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് ഈ ഓണപ്പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളിലും നിങ്ങൾ സ്കൂളിലിട്ട ഓണപ്പരീക്ഷയെ വളരെ ലാഘവത്തോടുകൂടി തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. ഉറപ്പാണ് നിങ്ങളിൽ പലരും ഈ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ട പാഠഭാഗങ്ങൾ പോലും ഒരു തവണ പഠിച്ച് തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പ്ലസ് 1 വിദ്യാർത്ഥികൾക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറോടുകൂടിയുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറോടുകൂടിയുള്ള എക്സാമാണ്. ഇതിനെ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഇതുവരെ പഠിക്കാത്ത പാഠഭാഗങ്ങൾ വെച്ചുകൊണ്ടും ഇനി എടുക്കാൻ പോകുന്ന പാഠഭാഗങ്ങളും വെച്ചുകൊണ്ടുമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരാൾക്കും തന്നെ ഒഫീഷ്യലായിട്ടുള്ള അങ്ങനത്തെ ഒരു പാറ്റേണിൽ ചോദ്യപേപ്പറിനെ നേരിടാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക, ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് പ്രാധാന്യമായിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ന്യൂമറിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക, എങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇതിലൊന്നും തന്നെ വ്യക്തത ലഭിക്കാതെയാണ് നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിനെ നേരിടാൻ പോകുന്നത്. ഒന്നോർക്കണം, നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള 60 വിദ്യാർത്ഥികളോട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പ്ലസ് 1 സയൻസ് വിദ്യാർത്ഥികളോടുമാണ്. ഈ പ്ലസ് 1 ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന മാർക്ക് ലിസ്റ്റ്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് നിങ്ങളെ വളരെയധികം തളർത്തിയേക്കാം. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാത്ത മാർക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. പ്ലസ് 1 സയൻസ് എടുത്തത് എന്തിനായിരുന്നു എന്ന് നിങ്ങൾ തറപ്പിച്ച് പറയാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും. അതെന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാമെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും എത്തിയിരിക്കും. ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വിദ്യാർത്ഥികൾ നിരവധിയാണ്, തോൽവികളെ നേരിട്ട വിദ്യാർത്ഥികൾ നിരവധിയാണ്. അവസാന സമയത്ത് മാത്രമേ ഇന്ന് പഠിച്ച് എന്തെങ്കിലുമൊക്കെ മലമറിക്കാമെന്ന് വിചാരിച്ചാൽ പ്ലസ് 1 സയൻസിലോ പ്ലസ് 2 സയൻസിലോ അത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കുക. വിചാരിച്ചാൽ മുഴുവൻ മാർക്കും നേടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ നിങ്ങൾ എല്ലാവരും മുന്നേറുക. ഇനിയുള്ള ദിവസം പഠിച്ചാൽ പോലും എന്തിനു ഈ ഓണപ്പരീക്ഷയ്ക്ക് എടുത്ത പാഠഭാഗങ്ങളിൽ ഒന്നുപോലും നിങ്ങൾക്കറിയില്ല, ഇനി എടുക്കാൻ പോകുന്ന പാഠങ്ങൾ എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. എങ്കിൽ പോലും ഈ നിമിഷം ഇരുന്ന് പഠിച്ചു തുടങ്ങാം, ഇന്നേ ദിവസം ഇരുന്ന് പഠിച്ചു തുടങ്ങാം എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവർക്കും മുഴുവൻ മാർക്കും 520-ൽ 520 മാർക്കും വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതാണ്. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാനായിട്ട് നിങ്ങൾ അഗ്നി ബാച്ചിൽ ചേരാൻ വേണ്ടി നിരവധി വിദ്യാർത്ഥികൾ താഴത്ത് കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് വേണ്ടി മാത്രം ആരംഭിച്ചിരിക്കുന്ന ഒരു ബാച്ചാണ് അഗ്നി ബാച്ച് 3.0 എന്ന് പറയുന്നത്. ഇപ്പോൾ ഫീസ് അതിൽ വളരെ കുറവുമാണ്. 4250 രൂപയുണ്ടായിരുന്ന ഫീസിൽ നിന്നും 20% റിഡക്ഷനോടുകൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. 995400800800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇതുവരെ എടുത്ത ക്ലാസ്സുകളും ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്ലസ് 1 നിങ്ങൾക്ക് എല്ലാവർക്കും മുഴുവൻ മാർക്കും ഇത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.